കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രതിഷേധം ദില്ലിയിൽ തുടരുകയാണ്. CBSE പുനർമൂല്യനിർണ്ണയം, നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടാണ് പ്രതിഷേധം. CJP സ്ഥാപകൻ അഭിജിത്ത് ദീപ് കെ ഉൾപ്പെടെയുള്ള നേതാക്കൾ ദില്ലി ജന്തർ മന്ദിറിലെ പ്രതിഷേധത്തിൽ പങ്കെടുക്കുകയാണ്. വിഷ്ണു തലവൂർ ചേരുന്നു. വിഷ്ണു, അഭിജിത്ത് സംസാരിച്ചു തുടങ്ങിയോ? എന്തൊക്കെയാണ് പ്രതിഷേധത്തിന്റെ വിശദാംശം? ഷമി, എന്തായാലും അതിശക്തമായിട്ടുള്ള സമരം രാവിലെ മുതൽ തന്നെ ജന്തർ മന്ദിറിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അഭിജിത്ത് എന്തായാലും ഇവിടെ തന്നെ തുടരുന്നുണ്ട്. വൈകിട്ട് 5 മണി വരെയാണ് എന്തായാലും സമരത്തിന് സമയം അനുവദിച്ചിട്ടുള്ളത്. നിരവധി രാജ്യത്തെ വിവിധ സ്ഥലങ്ങളിൽ നിന്നും നിരവധി ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. मैं उत्तराखंड से हूँ, मेरा नाम दीक्षा है। मैंने इस बार नीट के एग्जाम दिया एंड वो लीक हो गया उसका पेपर। इसके बाद मैं JEE में जा रही हूँ एग्जाम देने। अभी नीट का एग्जाम आपने नीट कर दिया? हाँ जी। हाँ हाँ, अभी दोबारा नीट का एग्जाम आ रहे? नीट का एग्जाम दोबारा होगा, बट अगर वो गवर्नमेंट के ऐसे ही प्रोसेस से होगा, सो मेरे जैसे और भी स्टूडेंट्स हैं जो नीट का एग्जाम अब नहीं देना चाहते जब तक गवर्नमेंट ऐसे ही पेपर लीक करती रहेगी। पर्सनली मैंने JEE ट्राई करना शुरू कर दिया है, बट आई थिंक कि अगर CJP यानी कि कॉकरोच जनता पार्टी यहाँ पर आई है हमारी आवाज़ बनने के लिए, उससे अच्छा कुछ और है ही नहीं। अभी दोबारा नीट का एग्जाम नहीं करेगा? नहीं। ഷമി, എന്തായാലും അത്തരത്തിൽ തന്നെയാണ് നീറ്റ് എക്സാമിന് നീറ്റ് എഴുതിയ വ്യക്തിയാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേർന്നത്. ഇനി നീറ്റ് എക്സാം രണ്ടാമത് നീറ്റ് എക്സാം എഴുതില്ല എന്നതാണ് പറയുന്നത്. എന്തായാലും CPI നേതാവ് ആനി രാജ കൂടി നമ്മളൊപ്പം ചേരുന്നുണ്ട്. വലിയൊരു പ്രതിഷേധമാണ് നമ്മൾ കാണാൻ കഴിയുന്നത്. ആഹ്വാനിച്ചതുപോലെ ഈ രാജ്യത്തെ യുവജനങ്ങളടക്കം ഇത്തരത്തിൽ വന്നുകൊണ്ട് കേന്ദ്രത്തിനെതിരെ വലിയ പ്രതിഷേധം തന്നെ. തീർച്ചയായിട്ടും ഇത് ഈ നീറ്റ് പേപ്പർ ലീക്കാകുക എന്ന് പറയുന്നത് ആദ്യത്തെ സംഭവമല്ല നമ്മുടെ രാജ്യത്ത് നടക്കുന്നത്. ആവർത്തിച്ച് നടക്കുന്ന ഒരു ക്രൈമാണിത്. ഇതിനെ തുടർന്ന് കുറേ കുട്ടികൾ ആത്മഹത്യ ചെയ്തു. അതുപോലെ തന്നെ അത് മാത്രമല്ല, പേപ്പർ ലീക്കായി അല്ലെങ്കിൽ ഒരു 2-3-4-5 കുട്ടികൾ ആത്മഹത്യ എന്നുള്ളതിനപ്പുറത്തേക്ക് എൻ്റെ ഒരു ബന്ധു, എൻ്റെ ഒരു ഗ്രാൻഡ് ഡോട്ടർ എന്ന് തന്നെ പറയാം, പരീക്ഷ എഴുതിയതാണ്. ഇത് ക്യാൻസലായി ഭയങ്കര ഡിപ്രഷനിലേക്ക് പോയിരിക്കുകയാണ് പിള്ളേർ. അപ്പോൾ ഇതിൻ്റെ ഒരു ആഘാതം എന്ന് പറയുന്നത് വളരെ വ്യാപകമാണ്. ഈ പിള്ളേരെ കോച്ചിങ്ങിന് വിട്ട് പഠിപ്പിച്ച ഒരു ചെറിയ തൊട്ട് ഭൂമിയുള്ള മനുഷ്യരായിരിക്കും. അവർ ആ ഭൂമി പണയം വെച്ചിട്ടോ വിറ്റിട്ടോ, അതല്ലെങ്കിൽ അവരെ തന്നെ, നമ്മൾ നോർത്തിൽ കാണുന്നതല്ല, അവരെ തന്നെ ഏതെങ്കിലും വലിയ ഭൂപ്രഭുവിന് പണയം വെച്ചിട്ടാണ് അവരെ പൈസ വാങ്ങി ഈ പിള്ളേരെ ഈ കോച്ചിങ്ങിന് അയക്കുകയും അവരെ പരീക്ഷ എഴുതിക്കുകയൊക്കെ ചെയ്തത്. അപ്പോൾ അങ്ങനെ ഇത്രയും ഇത് ഏതാനും വിദ്യാർത്ഥികളെ മാത്രമല്ല, ഇപ്പോൾ 1 ലക്ഷം വിദ്യാർത്ഥികൾ ഇതിന് പരീക്ഷ എഴുതിയെങ്കിൽ അതിന് × 5 അത്രയും ആളുകൾ ഇതിൽ ബാധിക്കപ്പെട്ടിരിക്കുക. അത്ര വലിയൊരു ക്രൈമാണ് നടന്നിരിക്കുന്നത്. അപ്പോൾ ഒരു ക്രൈം നടന്നു എന്ന് പറഞ്ഞാൽ ആ ക്രൈമിൽ പണിഷ്മെൻ്റ് ഉണ്ടാവണം. പേപ്പർ ലീക്ക് ഒരു ക്രൈമാണ്. പിള്ളേർ സൂയിസൈഡ് ചെയ്തു, അബേറ്റ്മെൻറ്റ് ഓഫ് സൂയിസൈഡ്, അതൊരു ഇൻസ്റ്റിറ്റ്യൂഷണൽ മർഡറാണ്. അതുപോലെ ലാക്സ് ആൻഡ് ലാക്സ് ഓഫ് ലക്ഷക്കണക്കിന് മനുഷ്യരുടെ അവരുടെ എല്ലാ സ്വപ്നങ്ങളും തകർത്തെടുത്തിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ശിക്ഷ ഉണ്ടായേ മതിയാവും. അതാണ് ഇവർ ആവശ്യപ്പെടുന്നത്. വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്ന്. ആ ആവശ്യത്തോട് പൂർണ്ണ പിന്തുണ കൊടുത്തുകൊണ്ട് ഞങ്ങളിവിടെയുണ്ട്. ഇതിപ്പം പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടികൾ ആഹ്വാനം ചെയ്തതല്ല, സ്വാഭാവികമായിട്ട് സോഷ്യൽ മീഡിയ അടക്കം ഉയർന്നു വന്ന വിദ്യാർത്ഥികളുടെ ഒരു സ്വാഭാവിക പ്രതിഷേധമാണ്. ഇനിയും മോദി സർക്കാർ ഇത് കണ്ടില്ലെന്ന് നടിച്ച് മുന്നോട്ട് പോകാൻ കഴിയും? ഇത് നടപടിയെടുക്കാതെ മുന്നോട്ട് പോകാൻ കഴിയും? ഇല്ല, മോദി സർക്കാരിന് ഇത് കണ്ടില്ലെന്ന് നടിക്കാനാവില്ല എന്ന് അവർ തന്നെ മനസ്സിലാക്കി തുടങ്ങിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഈ ജന്തർ മന്ദിറിൽ നമ്മളൊരു 10 പേര് 15 പേര് വരണമെങ്കിൽ തന്നെ ഒരാഴ്ച മുന്നേ പോലീസിൻ്റെ പെർമിഷൻ വാങ്ങണം. അതുമാത്രമല്ല, ഇവിടെ അങ്ങനെ ഇത്ര ആളുകൾ വരാൻ പാടില്ല, 2 മണിക്കൂർ മാത്രമേ നിൽക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ഇന്ന് ഇവർക്ക് ഈ യുവാക്കൾക്ക് പെർമിഷനും കൊടുത്തു. ഇന്ന് തന്നെ അവർ വന്നിട്ട് പെർമിഷനും കൊടുത്തു. അതേപോലെ 5 മണി വരെ പെർമിഷൻ കൊടുത്തു എന്നാണ് ഞാൻ കേൾക്കുന്നത്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഗവൺമെൻറ്റിന് ഇതിനെ ധിക്കരിച്ചുകൊണ്ട് ഇതിനെ കണ്ടില്ല എന്നടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. കാരണം ഈ രാജ്യത്തിൻ്റെ ഭാവിയെ, ഈ രാജ്യത്തിൻ്റെ ജനങ്ങളുടെ ഭാവിയെ ബാധിക്കുന്ന ഒരു വിഷയമാണിത്. ഇതിങ്ങനെ ആവർത്തിച്ച് ജനങ്ങളെ പരാജയപ്പെടുത്തിയാണ് ഇത്തരത്തിൽ പേപ്പർ ലീക്കിലൂടെ. ഇപ്പോൾ CBSEയുടെ നമ്മൾ കണ്ടു. ആ വിഷയമൊന്ന് ഉയർത്തിക്കൊണ്ടുവന്ന ഒരു 15-കാരനെ 17-കാരനെ പാകിസ്ഥാനി ടെററിസ്റ്റ് എന്ന് വിളിക്കാൻ പോലും മടിയില്ലാത്ത BJP സംഘപരിവാറിൻ്റെ അവർക്കിനി എത്ര കാലം ഇത് അങ്ങനെ തുടരാൻ പറ്റും? അതുകൊണ്ട് തുടരാനാവില്ല നിങ്ങൾക്കെന്നുള്ള സൂചന നൽകിയാണ് ഇന്നീ ചെറുപ്പക്കാർ ഇവിടെ ഇത്രയും വലിയ സംഖ്യയിൽ ഒരുമിച്ച് കൂടിക്കൊണ്ട് അവർ ചെയ്യുന്നത്.
ഷമി, എന്നാലും തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ്. കാരണം വലിയ തരത്തിലൊരു പ്രതിഷേധം തന്നെയാണ് യുവാക്കളുടെ സംഘടനകളുടെ ഭാഗത്തു നിന്നൊക്കെ തന്നെ ഉണ്ടാകുന്നത്. ഇത് സ്വാഭാവികമായിട്ട് ഉണ്ടായി വന്ന ഒരു പ്രതിഷേധം എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഇപ്പോഴും നമുക്ക് കാണാം നൂറുകണക്കിന് വിദ്യാർത്ഥികൾ എല്ലാം തന്നെ ഇപ്പോഴും ഇവിടെ തുടരുന്ന സാഹചര്യമാണ്. അതായത് മോദി സർക്കാർ കൃത്യമായിട്ടുള്ള നടപടിയെടുക്കണം. യുവാക്കളുടെ ശബ്ദത്തെ അവഗണിച്ചുകൊണ്ട് മോദി സർക്കാരിന് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന കൃത്യമായിട്ടുള്ള ഈ നാട്ടിലെ ചെറുപ്പക്കാരുടെ ഒരു പ്രഖ്യാപനം തന്നെയാണ് ഷമി നമുക്ക് ഈ ജന്തർ മന്ദറിൽ കാണാൻ കഴിയുന്നത്. തീർച്ചയായും വിഷ്ണു, ദില്ലിയിലെ ജന്തർ മന്ദറിൽ രാജ്യത്തെ യുവജന വിദ്യാർത്ഥികളുടെ പ്രതിഷേധം ഇരമ്പിയാർക്കുകയാണ്. രാജ്യത്തിന്റെ മുഖ്യധാരയിൽ നിന്നുള്ള നിരവധി പേരുടെ പിന്തുണയാണ് ഈ സമരത്തിന് ലഭിക്കുന്നത്. സോനം വാങ്ചുക്ക്, അതുപോലെ തന്നെ പ്രകാശ് രാജ്, അരവിന്ദ് കെജ്രിവാൾ, SFI, ഐസ അടക്കമുള്ള വിവിധ സംഘടനകളും വ്യക്തികളും ഒക്കെ തന്നെ ഈ സമരത്തിന് പിന്തുണയായി വരുമ്പോൾ ഈ സമരത്തിനെതിരായി RSSന്റെ പ്രതിഷേധം ജന്തർ മന്ദറിന് പുറത്ത് നടക്കുന്നു എന്ന വാർത്ത കൂടി വരികയാണ്.